പ്രശസ്ത കുറ്റ്യാട്ടൂർ മാമ്പഴ വിപണി ഇക്കുറിയും സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉൽപാദനത്തിൽ കുറവ് കാണാനുണ്ട്. കുറ്റ്യാട്ടൂർ മാമ്പഴത്തെ സംരക്ഷിക്കാൻ അതിതീവ്ര യജ്ഞവുമായി ഗ്രാമപഞ്ചായത്തും മുന്നിലുണ്ട്. കുറ്റ്യാട്ടൂർ, മയ്യിൽ, കൂടാളി, മുണ്ടേരി, കൊളച്ചേരി ഗ്രാമപഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പഴുത്ത് തുടുത്ത മാമ്പഴത്തിന് പണ്ടുകാലം മുതലേ പേരും പ്രശസ്തിയുമേറെയാണ്. കണ്ണൂരിന്റെ രുചിക്കൂട്ടത്തിലേക്ക് കുറ്റ്യാട്ടൂരിന്റെ പങ്ക്. അതാണ് ഈ മാമ്പഴം. കുറ്റ്യാട്ടൂരിലെ ഓരോ വീട്ടിലും ഒരു മാവെങ്കിലും കാണും. മാമ്പഴങ്ങളുടെ നാടെന്ന പേര് വരെയുണ്ട് കുറ്റ്യാട്ടൂരിന്. ഇക്കുറിയും വിളവെടുപ്പ് 2 ആഴ്ച കഴിഞ്ഞാൽ സജീവമാകും. കുറ്റ്യാട്ടൂർ മാമ്പഴത്തെ സംരക്ഷിക്കാൻ അതിതീവ്ര യജ്ഞമാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തിരിക്കുന്നത്. വിഷാംശം കലർന്ന മാമ്പഴം വിപണിയിലെത്താതിരിക്കാനുള്ള ശക്തമായ ഇടപെടലാണ് നടത്തിവരുന്നതെന്ന് പ്രസിഡന്റ് നിജിലേഷ് പറമ്പൻ പറഞ്ഞു. ഒരു കാരണവശാലും വിഷാംശം ചേർത്തുകൊണ്ട് പഴുപ്പിക്കുന്ന മാമ്പഴങ്ങൾ കുറ്റ്യാട്ടൂരിൽ നിന്നും വിപണിയിലേക്ക് എത്തിക്കില്ല എന്നുള്ളതിൻ്റെ ഉറപ്പ് ഞങ്ങൾ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുണ്ടെങ്കിൽ കടുത്ത നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കിവിടെ ജൈവികമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരുപാട് സ്രോതസ്സുകളുണ്ട്. ആ രീതിയിലുള്ള പരിശീലനങ്ങൾ നിലവിൽ കൊടുത്തു വരുന്നുണ്ട്. ആ രീതിയിൽ തന്നെ കുറ്റ്യാട്ടൂരിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ള ഈ മാമ്പഴം വിപണിയിലേക്ക് എത്തിക്കണം എന്ന ഉറപ്പ് ഞങ്ങൾ വരുത്തും. ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. നമുക്ക് ഈ മാമ്പഴത്തെ വലിയ രീതിയിൽ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നതിനാവശ്യമായിട്ട് ഈ അടുത്ത് തന്നെയാണ് നമ്മുടെ കുറ്റ്യാട്ടൂർ കണ്ണൂർ വിമാനത്താവളം. കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കത് വലിയ രീതിയിലുള്ള ഒരു വിപണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, പുറത്ത് വിദേശത്ത് ഉൾപ്പെടെ വിപണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സ്രോതസ്സാണ് അതോടെ തുറക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിപണി സജീവമായാൽ പിന്നെ വീട്ടാവശ്യത്തിനും വിൽപ്പനയ്ക്കും വരെ സർവരും കൊണ്ടുപോകും. ഒരിക്കൽ രുചിച്ചാൽ പിന്നീട് രുചി മറക്കില്ല. അങ്ങനെ പേരുകെട്ടതാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. നമ്പ്യാർ മാങ്ങയെന്നും വിളിപ്പേരുണ്ട്. പാട്ടത്തിനെടുത്ത മാവുകളിൽ നിന്നും ശേഖരിച്ച് പഴുപ്പിച്ചാണ് വിൽപ്പന. കുറ്റ്യാട്ടൂരിന്റെ തനത് രുചി തേടി ജില്ലയ്ക്ക് പുറത്തുനിന്നുവരെ ആളുകൾ എത്താറുണ്ട്. എന്നാൽ മുൻകാലങ്ങളെക്കാൾ ഇത്തവണ വിളവ് കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും ഇടവേളയിൽ പെയ്ത മഴയുമാണ് വില്ലനായത്. എന്നാലും പ്രതീക്ഷ കൈവിടാതെ പുതിയൊരു മാമ്പഴക്കാലത്തെ സജീവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തും കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയും മറ്റ് സംരംഭകരും. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.